BMC Sport News. നമസ്കാരം, BMC സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ പ്രമുഖ നൃത്ത അധ്യാപികയായ രേഖ അജിത് കലാക്ഷേത്രയുടെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റം നൃത്യാഞ്ജലി 2025 ശ്രദ്ധേയമായി. അദ്വിക സിജു, ബ്രിഷോണ ഫാബിയോള ആന്റോവനീഷ്, മറിയ മേഘ, റംസിയ അബ്ദുൾ റസാഖ്, റിറ്റ്സിക കുമാർ, ശ്രീപാല നിജിൽ കർത്ത, ശ്രീഭദ്ര നിജിൽ കർത്ത എന്നീ 7 വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റമാണ് ഇന്ത്യൻ ക്ലബിൽ നടന്നത്. അരങ്ങേറ്റ പരിപാടിയിൽ മുഖ്യ അതിഥികളായി ക്രൗൺ ഇൻഡസ്ട്രീസ് BSc CEO G ത്യാഗരാജൻ, ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ബഹ്റിൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ന്യൂ ഹൊറൈസൺ സ്കൂൾ ചെയർമാൻ ജോയ് മാത്യൂസ് എന്നിവർ പങ്കെടുത്തു. പേരന്റ്സ് റെപ്രസെന്റേറ്റീവ് രൂപ ഏവർക്കും സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ വിശിഷ്ടാതിഥികളും നൃത്താധ്യാപിക രേഖ അജിത്ത്, അരങ്ങേറ്റം അവതരിപ്പിച്ച വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഈ ഡിജിറ്റൽ യുഗത്തിലും നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും മറന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് കുട്ടികളുടെ പെർഫോമൻസ് എന്നും ഇത് പ്രശംസനീയമെന്നും G ത്യാഗരാജൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. Generation after generation, this great ancient Vedic culture, and it is really very happy to know. In the material ocean, we have not forgotten our culture, values, traditions, and our importance of remembering our cultures and practicing it. ഫ്രാൻസിസ് കൈതാരത്ത്, ജോയ് മാത്യൂസ് എന്നിവർ അരങ്ങേറുന്ന ഓരോ കുട്ടികൾക്കും ആശംസകൾ നേർന്ന് സംസാരിച്ചു. Today's children are the future of tomorrow, the future citizens of our nation. We all know in the modern world, education is not only academic but also non-academic. To face the challenges of the modern world, to create a new generation, a good society, to form for the formation of a new society, we have to bring out all the talents of our children. We have to empower them to face the challenges of the world. Please continue this journey into the dance as a passion, if not a profession, to take it forward and till you become 80. Don't leave it here at this age and continue. This is my advice to all the children. Take it as a passion and move it forward with the life and make it a part of your life, if not a profession. ഭരതനാട്യ അരങ്ങേറ്റം കൂടാതെ കാണികൾക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതിനായി റിയ നമ്പ്യാർ, ശ്രീദേവി രാജൻ എന്നിവർ അവതരിപ്പിച്ച മോഹിനിയാട്ടവും, ശ്രേയ മനോജ്, ശ്രീദേവി രാജ്, ദേവിക മനോജ്, സമൃദ്ധ രവീന്ദ്രൻ എന്നിവരുടെ നൃത്ത പരിപാടികളും നൃത്യാഞ്ജലി 2025 ഭാഗമായി ഒരുക്കിയിരുന്നു. ഗുരു രേഖ അജിത്തിന്റെ അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും തെളിവായിരുന്നു പ്രതിഭാധനരായ 7 വിദ്യാർത്ഥികളുടെ മിന്നുന്ന പ്രകടനങ്ങൾ. സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ ഈശ്വരനെയും ഗുരുവിനെയും സദസ്സിനെയും വണങ്ങി പുഷ്പങ്ങൾ അർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയോട് കൂടിയായിരുന്നു അരങ്ങേറ്റത്തിന് തുടക്കം കുറിച്ചത്. ഭരതനാട്യം എന്ന കലാരൂപത്തെ തീർത്തും സ്വായത്തമാക്കിയ ശൈലിയിലായിരുന്നു കുട്ടികളുടെ ഓരോരുത്തരുടെയും ചലനങ്ങളും മുദ്രകളും ഭാവങ്ങളുമെന്ന് നിസ്സംശയം പറയാം. വിവിധ രാഗങ്ങളിലാടിയ നൃത്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഭക്തി നിർഭരമായ മനസ്സോടെ കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ കാണികളായ നൂറുകണക്കിന് അതിഥികൾക്ക് ആനന്ദത്തിന്റെ വിസ്മയ അനുഭവങ്ങൾ പകർന്നു നൽകി. ഏറ്റവും ഒടുവിൽ ഈശ്വരനും ഗുരുവിനും സദസ്സിനും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നടത്തിയ മംഗളം നൃത്തത്തോടുകൂടി നൃത്യാഞ്ജലി 2025 ഭരതനാട്യം അരങ്ങേറ്റത്തിന് തിരശീല വീണു. തുടർന്ന് ബഹ്റിനിലെ പ്രശസ്ത സൗണ്ട് എഞ്ചിനീയറും കലാപ്രവർത്തകനുമായ ജോസ് ഫ്രാൻസിസിന് കലാപ്രവർത്തനങ്ങളെ മാനിച്ച് വേദിയിൽ അതിഥികൾ ചേർന്ന് മെമന്റോ കൈമാറി. കൂടാതെ ഇവന്റ് മാനേജർ ഫ്രാൻസിസ് കൈതാരത്തിനും വേദിയിൽ മെമന്റോ നൽകി ആദരിച്ചു. മോഹിനിയാട്ടവും മറ്റ് നൃത്തരൂപങ്ങളും അവതരിപ്പിച്ച ദേവിക മനോജ്, റിയ നമ്പ്യാർ, ശ്രേയ മനോജ്, ശ്രീദേവി രാജ്, സമൃദ്ധ രവീന്ദ്രൻ എന്നിവർക്കും അതിഥികൾ മെമന്റോ നൽകി. 8 വർഷത്തോളമായി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ച് അരങ്ങിലെത്തിച്ച ഗുരു രേഖ അജിത്ത് യും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ച തങ്ങളുടെ ഓരോ കുട്ടികളെയും മനോഹരമായി അണിയിച്ചൊരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലളിത ധർമ്മരാജനെയും നൃത്യാഞ്ജലി 2025 എന്ന പരിപാടിയിൽ അവതാരകയായി പരിപാടികൾ നിയന്ത്രിച്ച പ്രജീഷയെയും മാതാപിതാക്കൾ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പരിപാടിയിൽ കനി ജോൺ നന്ദി രേഖപ്പെടുത്തി. BMC സ്പോർട്ട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. നന്ദി, നമസ്കാരം. BMC Sport News.